ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയെ നിർത്തിപ്പൊരിച്ച് സുപ്രീം കോടതി. ഒരു പാക്കേജ്ഡ് ഫുഡിൽ ഹൈ ഇൻ ഷുഗർ, ഹൈ ഇൻ സോൾട്ട്, ഹൈ ഇൻ ഫാറ്റ് എന്ന് ഫ്രണ്ട് ഓഫ് ലേബലിംഗ് സംവിധാനം നടപ്പിലാക്കാൻ 2 ആഴ്ചത്തെ സാവകാശം മാത്രമേ FSSAIക്ക് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് വിധി പ്രഖ്യാപിക്കും. കോടതി പ്രധാനമായും ചോദിച്ച ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. കുട്ടികളുടെ ആരോഗ്യം പ്രധാനമാണ്. ജനങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പ്രത്യേകിച്ചും വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയാണോ? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫാക്ഷന്റെ പീക്ക് ലെവലാണ്. യഥാർത്ഥത്തിൽ ഈ കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെയൊക്കെയാണ്. 2025 ഏപ്രിലിൽ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ പരാതി വരുന്നു. പാക്കേജ്ഡ് ഫുഡുകളിൽ ഷുഗറോ സോൾട്ടോ ഫാറ്റോ കൂടുതലുണ്ടെങ്കിൽ അത് ഫ്രണ്ടിൽ ലേബലിൽ ഹൈലൈറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണമെന്ന് സുപ്രീം കോടതി അത് ശരിവെക്കുന്നു. FSSAIക്ക് 3 മാസത്തെ സാവകാശം കൊടുക്കുന്നു. ആ ഏപ്രിൽ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു. 10 മാസങ്ങളായി. 2026 ഫെബ്രുവരിയിൽ വീണ്ടും ഈ കേസ് ബെഞ്ചിലേക്ക് വരുന്നു. അപ്പോഴും FSSAIക്ക് തീരുമാനമായിട്ടില്ല. FSSAI സുപ്രീം കോടതിയോട് പറഞ്ഞത് വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഇതിനകത്ത് വേണമെന്നാണ്. അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ്. FSSAIക്ക് റെഫറൻസിനായി ഈ സിംബലുകളും നൽകിയിരുന്നു. ഈ വിഷയം ഫെബ്രുവരിയിൽ തന്നെ വിശദമായി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് നമ്മുടെ പേജിലുണ്ട്, ഒന്ന് കാണാവുന്നതാണ്. അന്ന് സുപ്രീം കോടതി FSSAIക്ക് കൊടുത്തത് വെറും 4 ആഴ്ചത്തെ സാവകാശമാണ്. ആ 4 ആഴ്ചയും കഴിഞ്ഞു, 5-6 മാസങ്ങളും കഴിഞ്ഞു. ഈ നേരം വരെ ഒരു തീരുമാനവും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശരിക്കും ഈ രാജ്യത്തെ FSSAI ഏത് നാറിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് വിടുപണി എടുക്കുന്നത്? ഷെയ്ം ഓൺ യു FSSAI.